ഞാൻ തിരിച്ചു വരാൻ മിക്കവാറും എന്നെ അറസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ജയിലിലടക്കം. വീഡിയോ ഇട്ട സമയത്തായിരുന്നു പേടി. രാജ്യദ്രോഹിയാണ് അവനെ, അങ്ങനെയാണ് ഇങ്ങനെയാണ് NIക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. വീട്ടുകാരൊക്കെ പേടിച്ചു പോയി. ഇന്നു മുതൽ നിന്നെ നോട്ടപ്പള്ളിയാണ്, ഗവൺമെന്റ് നിന്നെ ഫോൺ ചോർത്തും, നിന്നെ എല്ലാം വാച്ച് ചെയ്യും, നിരീക്ഷിക്കും. ഞാൻ പറഞ്ഞു നിരീക്ഷിച്ചോട്ടെ. ശരി, ഹണിമൂൺ പാകിസ്ഥാൻ പിടിക്കായിരുന്നു. ഞാൻ വിചാരിച്ചു നമുക്കാണെങ്കിൽ പാകിസ്ഥാനിൽ പോയത് ഒരു വെറൈറ്റി ആണ്. ആരും ചെയ്തിട്ടുണ്ടാവില്ല. ചില അവിടെ നിൽക്കുന്ന കടക്കാരൊക്കെ പറഞ്ഞാൽ അവരോട് അധികം സംസാരിക്കണ്ട, നിങ്ങൾ അകത്ത് കയറി പോകും. പാകിസ്ഥാനിൽ കുറെ വെറൈറ്റി ഫുഡുകൾ കിട്ടും. ഒരു കടയിൽ കയറി അവിടുത്തെ ഫേമസ് അല്ല, അവിടെ ഇരിക്കാൻ സീറ്റ് പോലും കിട്ടുന്നില്ല, ഭയങ്കര തിരക്കാണ്. അവിടെ നിന്ന് ഞങ്ങൾ ബിരിയാണി മേടിച്ച് ഭയങ്കര ടേസ്റ്റ് സാധനം. എന്റെ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ബിരിയാണി അതായിരുന്നു. സൈബർ അറ്റാക്കിനെയൊക്കെ ശരിക്കും ഭയം ഉണ്ടോ? അതൊന്നുമില്ല, ഇന്നില്ല. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നവർക്ക് എന്തോ വലിയ സംഭവമായിട്ട് തോന്നും. ചിലവരുടെ ചിന്താഗതി എന്താണോ അതുപോലെ നമ്മളും ജീവിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. ഞങ്ങളൊക്കെ എങ്ങനെയാണ് വിചാരിക്കണം, തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട്. എന്നുവെച്ചാൽ അവരുടെ ചിന്താഗതിയൊക്കെ നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കും. എല്ലാ മാസവും നമ്മൾ ഒരു എമൗണ്ട് ചില പൈസ കൊടുക്കുന്നുണ്ട് ചില ഹോസ്പിറ്റൽ കേസ്, അങ്ങനത്തെ കേസിന്. പക്ഷെ നമ്മൾ ഇതൊന്നും നന്മവരം കളിച്ച് വീഡിയോ ചെയ്യാറില്ല എന്നുള്ളൂ. ആദ്യം കിട്ടിയ റവന്യൂ എത്രയായിരുന്നു? 6000 രൂപ. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കില്ല, BCom ആണ് പോയത്. ഓസ്ട്രേലിയ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇട്ട്, ഞാൻ വരാൻ പോവാണ്, വിസ കിട്ടി. ചില സൈഡിൽ നിന്ന്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ നമ്പറിൽ നിന്നൊക്കെ ഒരാൾ വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര ഭീഷണിയായിരുന്നു, നിന്നെ ഇവിടെ കാലം എത്തിക്കത്തില്ല. എനിക്ക് അന്റാർട്ടിക്കൻ ട്രിപ്പിൽ അർജന്റീന വിസ മുടക്കിയതിന്റെ പുറകിൽ ഇങ്ങനെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ അമിതാഭ് ബച്ചനോ അല്ലെങ്കിൽ മമ്മൂട്ടിയൊക്കെ അവരൊക്കെ ചെയ്താ നമ്മൾ ചെയ്തോ. നമ്മള് യാത്ര പുറപ്പെടുന്നതിന്റെ ഒരു 2 ദിവസം മുമ്പ് ഡൽഹിയിലുള്ള ആള് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ വിസ റിജക്ഷൻ. ഞാൻ എല്ലാ പണിക്കും പോയിട്ടുണ്ട്, പ്ലംബിങ്ങിനും വെൽഡിങ്ങിന്, പിന്നെ പണ്ടൊക്കെ കാറ്ററിംഗ് ജോലി ഒക്കെ പോയിരുന്നു, സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നു. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert. ഇപ്പൊ ഈ പാകിസ്ഥാനിൽ പോയിട്ട് പരിചയപ്പെട്ട ആരുടെയെങ്കിലും ഒക്കെ കോണ്ടാക്ട് എടുക്കുക അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ട്? ഇനി എപ്പോഴെങ്കിലും ഒക്കെ ഒരാവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ആരുമില്ല. നമുക്കങ്ങനെ നമ്മളങ്ങനെ പേഴ്സണലി ഒറ്റക്കല്ലല്ലോ പോയെ, ഗ്രൂപ്പിന്റെ ഒപ്പം ആയതുകൊണ്ട് നമുക്കങ്ങനെ പേഴ്സണലി ആരും പരിചയമില്ല. എന്തായാലും ഇനി പോകാൻ ചാൻസ് കിട്ടണമെങ്കിൽ കറാച്ചി സൈഡൊക്കെ ഒന്ന് പോകണം. പിന്നെ ഈ മോഹൻജദാരോ, ഹാരപ്പ, അതൊക്കെ അത് മെയിനായിട്ട് എനിക്ക് അവിടെ പോകണമെന്നായിരുന്നു. പക്ഷെ നമുക്ക് പറ്റിയില്ല. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അതിന് ഇനിയും സാധ്യതയില്ല ശരിക്കും. ഉണ്ട്. നമുക്കിനി വിസയൊക്കെ തരുമെന്ന് അറിയില്ല. നോർമലി അവർ പറഞ്ഞത് ഒരു തവണ വിസ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ ഈ 2 തവണയൊക്കെ പാകിസ്ഥാൻ പോയി സ്റ്റാമ്പ് ചെയ്ത് വെച്ച വല്ല വള്ളിയാവുമെന്ന് അറിയത്തില്ല. അത് പാസ്പോർട്ടിൽ അതൊരു പ്രശ്നമാണ്. പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഒരു പേടി ഉണ്ടായിരുന്നു വീഡിയോ ഇടുന്നതിന് മുമ്പ്. വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനപ്പോൾ UAE-ലിരിക്കണം. ഞാൻ തിരിച്ചു വരാൻ മിക്കവാറും എന്നെ അറസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ജയിലിലടക്കം. വീട്ടിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഈ പാകിസ്ഥാനിൽ പോകുന്നു പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് കല്യാണത്തിന് മുന്നേ, കല്യാണം കഴിഞ്ഞിട്ട് 10-ാം ദിവസമാണ് പോകുന്നത്. അപ്പൊ ഫാമിലിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? പോണോന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ആരും എനിക്ക് അങ്ങനെയൊന്നുമില്ല. പാകിസ്ഥാൻ കുഴപ്പമൊന്നുമില്ല. വീഡിയോ ഇട്ട സമയത്തായിരുന്നു പേടി. വീഡിയോ ഇട്ടപ്പോഴാണ് പേടി. കാരണം ആൾക്കാരിൻ്റെ അടിയിൽ മൊത്തം ഭയങ്കര ചീത്തവിളി. ഇവനെ ചിലരൊക്കെ വീഡിയോ ചെയ്യുന്നു, രാജ്യദ്രോഹിയാണ്, അവനെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, NIക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് ഭയങ്കര സംഭവമായിരുന്നല്ലോ അതിൻ്റെ അടി മൊത്തം, കുറേ പേരൊക്കെ. അപ്പോൾ ആ വീട്ടുകാരൊക്കെ പേടിച്ചു പോയി. അയ്യോ ഇനി വലിയ പ്രശ്നമാവോ? ഞാൻ പറഞ്ഞ പ്രശ്നമാണെങ്കിൽ പിടിക്കട്ടെ നമുക്കെന്താ. പിന്നെ കുറേ പേര് പറഞ്ഞ് ഇന്നു മുതൽ നിന്നെ നോട്ടപ്പള്ളിയാണ്, ഗവൺമെന്റ് നിന്നെ എന്താണ് ഫോൺ ചോർത്തും, നിന്നെ എല്ലാം വാച്ച് ചെയ്യും, നിരീക്ഷിക്കും. ഞാൻ പറഞ്ഞു നിരീക്ഷിച്ചോട്ടെ, നമ്മളതിലൊന്നുമില്ല, നിരീക്ഷിക്കണമെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തു. ഞാനെത്ര നമ്മള് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലെന്ന് അവർക്കറിയാം. പിന്നെ ഞാനാലോചിക്കണ എന്താ വെച്ചാൽ ഇത് വെറുതെ എന്റെ പുറകെ കിടക്കണേക്കാളും യഥാർത്ഥ ആൾക്കാരുടെ പുറകെയാണ് പോകേണ്ടത്. എന്നാലാണ് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. വെറുതെ ഒരു സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരുടെ ചിന്താഗതി. അവർക്ക് അറിയാലോ ഇതെന്താ സംഭവം. ഇതിന്റെ ഗവൺമെന്റ് ഓഫീഷ്യൽസിന് ഈ സംഭവം എന്താണെന്ന് അറിയാലോ. അവരിത് എങ്ങനെ ഇപ്പൊ എന്റെ വേറെ വല്ല കണക്ഷൻ ഉണ്ടെങ്കിലാണ് എന്നെ പിടിക്കണം, പ്രവൃത്തിയോ അല്ലാണ്ട് ഒരു രാത്രി ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ വന്ന് ഇന്ത്യയിലോടൊപ്പം എല്ലാരെയും പിടിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് വരെ പിടിക്കും, എത്ര പേര് പോകുന്നു. ഈ പെട്ടെന്ന് നമ്മൾ ചോദിക്കുമ്പം നമുക്ക് പാകിസ്ഥാൻ മാത്രമല്ല, ഇപ്പൊ പാകിസ്ഥാൻ വച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു
ഹോണ്ട് ചെയ്ത ഒരു മെമ്മറി, ഐ മീൻ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എവിടെന്നെങ്കിലും? എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു ഇൻസിഡന്റ് കണ്ണിന്റെ മുമ്പിൽ നിന്ന് മായില്ല എന്നുള്ള അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ നമ്മളങ്ങനെ അതിനുള്ള ടൈമൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഒരാഴ്ചത്തെ ഒരു ട്രിപ്പ്, അത് ഓരോ ദിവസം പല സ്ഥലങ്ങളിലാണ്. അപ്പം അങ്ങനെ ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് സംഭവമൊന്നും ഉണ്ടായില്ല. പിന്നെ പേടിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റേ ഒരു പാരാനോർമൽ എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല. കാരണം ഓരോ നാട് ചെല്ലുമ്പോൾ ഓരോ കഥകളും ഓരോ മിത്തും ഉണ്ടാവുമല്ലോ. അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ചില ഏരിയയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞാൻ ലാഹോറിലൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിൽക്കണ ആൾക്കാർ വന്നിട്ട് പറഞ്ഞ്, അവിടെ നമ്മളിങ്ങനെ ഇന്ത്യയിൽ നിന്നാന്ന് പറയുമ്പോൾ കുറേ പേര് പരിചയപ്പെടാനൊക്കെ വരും. കുറേ പിള്ളേരുകളൊക്കെ വന്നിട്ട് സെൽഫി എടുക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ചില അവിടെ നിൽക്കുന്ന കടക്കാരൊക്കെ പറഞ്ഞാൽ അവരോട് അധികം സംസാരിക്കണ്ട, നിങ്ങൾ അകത്ത് കയറി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. അതെന്താ കാര്യം എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ചോദിക്കാനെന്ന് വെച്ചപ്പോൾ എങ്ങനെ ചോദിക്കാൻ, അത് എന്താ റീസൺ ചോദിച്ചില്ല. പക്ഷെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് അവർ വേറെ സ്ഥലത്തു നിന്ന് വരുന്നതാണ്, അപ്പോൾ അവരോട് അങ്ങനെ സംസാരിക്കണ്ട, നിൽക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ വന്നായിരുന്നു, അധികം ആൾക്കാരോട് മിങ്കിൾ ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുള്ളൊരു സംഭവമൊക്കെ അങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ വേറെ പ്രശ്നത്തിലോട്ട് പോകണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. എന്താ കേസ് ഇത് അറിയത്തില്ല, സത്യാവസ്ഥ അവർക്കറിയാം എന്താന്നുള്ളല്ലേ. അതെ, പറയാൻ പറ്റില്ലല്ലോ. ഇനി വല്ല തീവ്രവാദികളും വന്ന് നമ്മളെങ്ങാനും വല്ല ഉപദ്രവിക്കുക ചെയ്താൽ അത് വലിയ രാജ്യങ്ങൾ നമ്മൾ പ്രശ്നം. അതെ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആൾക്കാരുടെ മനസ്സിങ്ങനെ പോകുന്നു പറയാൻ പറ്റില്ല. അതൊക്കെ എന്തൊക്കെയാണോ ദൈവത്തിന്. ചിലപ്പോ അവര് നമ്മളെ കാണുന്ന ഇവൻ എന്തോ പ്രശ്നത്തിനുണ്ടാകാ, അവര് നമ്മളെ കാണുന്ന തിരിച്ച് അങ്ങനെ ആയിരിക്കും. ഇവൻ ഇന്ത്യയിൽ നിന്ന് വന്നാണ്, ഇവൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ അവരങ്ങനെ ചിന്തിക്കുമല്ലോ. മൊത്തം പ്രശ്നമാണ്, ഒരു കാര്യമില്ലാണ്ട് അടിയാണ്. പല സിറ്റുവേഷനാണ്. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് പോയി വന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ ഇത്രയും നല്ല രീതിയിൽ ഈ അന്റാർട്ടിക്കൊക്കെ ചെയ്ത പോലെ കുറച്ചും കൂടി രസമായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയില്ല, പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു ഇതൊക്കെ സെറ്റായത്. പിന്നെ ആ സമയത്ത് എൻ്റെ കല്യാണം, അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് പിന്നെ പെട്ടെന്ന് അങ്ങ് പോയി. ശരി, ഹണിമൂൺ പാകിസ്ഥാൻ പിടിക്കായിരുന്നു. ഞാൻ വിചാരിച്ചതാ വെറൈറ്റി പോയായിരുന്നു, എനിക്ക് ലീവ് കിട്ടാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കാണെങ്കിൽ പാകിസ്ഥാനിൽ പോയായിരുന്നു, ഒരു വെറൈറ്റി ആണ്. ആരും ചെയ്തിട്ടില്ല. ഇന്ത്യയില് ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ കൊണ്ടുപോയായിരുന്നു, നമുക്ക് പോവായിരുന്നു. പക്ഷേ പറ്റിയില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട്. അതെ, അത് ചരിത്രം. പാകിസ്ഥാൻ ഹണിമൂണിന് പോയിട്ട്. ഓക്കെ, ഈ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പാകിസ്ഥാനാണ് നമ്മുടെ ടോപ്പിക്, അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ പോയിട്ട് ഏറ്റവും കഴിച്ച ഏറ്റവും നല്ലൊരു ഫുഡ് അല്ലെങ്കിൽ വിയേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ അവിടെ? കിടിലനായിരുന്നു. ഞാൻ ലാഹോറിൽ വെച്ചിട്ട് ഒരു ബിരിയാണി കഴിച്ചു. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും ബെസ്റ്റ് സാധനം അതായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത്. എനിക്ക് ഒറ്റ വിഷമങ്ങൾ ഇനിയിപ്പോൾ തിന്നാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പാകിസ്ഥാനിൽ ചിക്കൻ ബിരിയാണിയാണ്. പാകിസ്ഥാനിൽ കുറേ വെറൈറ്റി ഫുഡുകൾ കിട്ടും. ഭയങ്കര, ഞാൻ കുറേ വീഡിയോസും കണ്ടിട്ടുണ്ട്. ഒരു കടയിൽ കയറി, അവിടുത്തെ ഫേമസ് അല്ല, അവിടെ ഇരിക്കാൻ സീറ്റ് പോലും കിട്ടുന്നില്ല, ഭയങ്കര തിരക്കാണ്. അവിടെ നിന്ന് ഞങ്ങൾ ബിരിയാണി മേടിച്ച്, ഭയങ്കര ടേസ്റ്റ് സാധനം. ഈ ടേസ്റ്റാണ് പിന്നെ എങ്ങനെ തിരക്കാണ്ടിരിക്കും. അയ്യോ, രക്ഷയില്ലായിരുന്നു അത്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ബിരിയാണി അതായിരുന്നു. എത്ര രൂപയാണ് അവിടെ നമ്മുടെ ഇന്ത്യ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബിരിയാണിക്കൊക്കെ? അയ്യോ, അന്നത്തെ ബിരിയാണിക്ക് എത്ര, അവിടുത്തെ ഞാൻ മറന്നു റേറ്റ്. എത്ര സ്ഥലം കണ്ടു? ഇസ്ലാമാബാദ് മെയിനായിട്ട് 2 സ്ഥലങ്ങൾ, ഇസ്ലാമാബാദും പിന്നെ ലാഹോറാണ് മെയിൻ സിറ്റി നമ്മൾ പോയത്. രാവൽപിണ്ടി പോവാൻ ഈ ലിസ്റ്റിലുണ്ടായിരുന്നു നമ്മുടെ പ്ലാനിൽ. പക്ഷെ രാവൽപിണ്ടിയിൽ അന്ന് എന്തോ ക്രിക്കറ്റ് മാച്ച് നടക്കണോണ്ട് റോഡ് മൊത്തം അവരെന്തോ ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് നമുക്ക് അന്ന് പോകാൻ പറ്റില്ല. ഒരു ഇതിൻ്റെ അകത്ത് ഞാൻ ക്രിക്കറ്ററെ കണ്ടോ? ഫക്കർ സൽമാൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി. എനിക്കറിയത്തില്ല, എനിക്ക് ക്രിക്കറ്റിൽ അത്ര പണ്ടുള്ളവരൊക്കെ അറിയാം, നമ്മുടെ അതൊക്കെ എനിക്ക് ആൾക്കാരൊക്കെ നമുക്ക് പരിചയമുണ്ട്. പണ്ട് നമ്മൾ അതൊക്കെ കാണുമായിരുന്നു. പുതിയ ആൾക്കാരെ ആരെയും എനിക്കറിയത്തില്ല. അപ്പൊ അവിടെ ഇരിക്കണം പറഞ്ഞ ക്രിക്കറ്ററാണ്. പിന്നെ ഞാൻ നെറ്റിലടിച്ച് നോക്കി, ഇത് ശരിയാണല്ലോ. അങ്ങനെയാണ് ചെന്ന് കാണുന്ന പുള്ളിനെ. പക്ഷെ ആദ്യമായിട്ടൊരു ക്രിക്കറ്ററെ നേരിട്ട് കണ്ടത് പുള്ളിനെ, പാകിസ്ഥാൻകാരനാണ്. അപ്പൊ നമ്മുടെ ക്രിക്കറ്റേഴ്സിനൊക്കെ കാണാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല, നമുക്ക് തന്നെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോ എനിക്ക് ഇനി അന്റാർട്ടിക്കൻ യാത്ര, എനിക്ക് തോന്നുന്നു ആ ഒരു കടലുണ്ടല്ലോ, കുറെ കലുഷിതമായ ഒരു കടൽ, അതിന്റെ പേരെന്താണ്? ഡ്രേക്ക് പാസേജ്. ഡ്രേക്ക് പാസേജ് എന്ന ഒരാളുടെ പേരാ. എന്താ അങ്ങനെ പേര് പറയാൻ റീസൺ എന്ന് വെച്ചാൽ അയാളാണ് അതില് ആദ്യം പോയത്, അപ്പൊ അതുകൊണ്ടാണ് ആ പേര് കൊടുത്തേക്കുന്നത്, ഡ്രേക്ക് പാസേജ് അല്ലേ? അത് കാണുന്നത് നമുക്ക് തന്നെ വളരെയധികം. അത് ഞാൻ കാണിച്ചത് കുറവാ,
അത് തന്നെ ഒരു ഭീകരാവസ്ഥ ഉണ്ടെങ്കിൽ അതിനേക്കാളും വലുതായിരുന്നു സാധാരണ. കാരണം അത് ഫസ്റ്റ് ഡേ മൊത്തം ഞാൻ കിളി പോയിട്ട് വാളൊക്കെ വെച്ച് റൂമിൽ കിടപ്പായിരുന്നു. എണീക്കാൻ പറ്റില്ല ഒരു ഡേ മൊത്തം, ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ ആ സമയത്ത് വീഡിയോ എടുത്തെങ്കിൽ ഇതിലും ഭീകരമായിട്ടുള്ള വീഡിയോ കിട്ടിയാനെ. ശരിക്കും പേടിയായിരുന്നില്ലേ? പേടിയായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഈ ആട്ടമാണ് നമുക്ക് അത് തലവേദന എടുത്തിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. എന്ന് വെച്ചാൽ അതിന് സീ സിക്നെസ് ആണ്, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കല്ലേ നമ്മൾ വാളോട് വളരെ. അങ്ങനെ ഒരു ദിവസം മൊത്തം കിടന്നുപോയി. പിറ്റേ ദിവസം എടുത്ത വീഡിയോസൊക്കെയാണ് ആ വീഡിയോയിൽ ആഡ് ചെയ്തേക്കണം. ഡ്രേക്ക് പാസേജ് അല്ലേ? അത് അത്രയും ഡേഞ്ചറസ് അല്ല അവിടുത്തെ കടല്? അതെന്ന് വെച്ചാൽ 2 കടല് ഒന്നിക്കണ ഒരു സ്ഥലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി. പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനും കൂടി കണക്ഷൻ ഉള്ള സ്ഥലം. അപ്പോൾ അതുമല്ല, അവിടെ ഒരു ഏതാണ്ട് 1000 കിലോമീറ്റർ വേറെ കടലിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് തെര അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ഒരു 1000 കിലോമീറ്റർ ഫ്രീ സ്ഥലമാണ്. ഐലൻഡുകളോ കരഭാഗവും ഇല്ല. ഈ 1000 കിലോമീറ്റർ ഏരിയയിൽ വെള്ളം അവിടെ നിന്നും വരുന്നു ഇവിടെ നിന്നും വരുന്നു, ഇങ്ങനെ കലർന്ന് പറഞ്ഞ് എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ലാണ്ട് കറങ്ങുന്നത്. അതാണ് അത്രയും ഡേഞ്ചർ വരുന്നത്. പിന്നെ കാലാവസ്ഥയും മോശമായി കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നമാവും. ഈ അന്റാർട്ടിക്ക പോകുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണോ? ഭയങ്കര ചിലവുള്ള. ഇന്ത്യൻ മണി ഒരു 10 ലക്ഷം രൂപയെങ്കിലും മിനിമം ചിലവാകും. ചിലവാവില്ല. അപ്പോൾ ഈ ആ എമൗണ്ട് ഒക്കെ എങ്ങനെ കണ്ടെത്തുന്നത് എങ്ങനെ? അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഈ സമയത്ത് എൻ്റെ കയ്യിൽ ഫണ്ടൊന്നുമില്ല. ഞാൻ 2022 അത് ബുക്ക് ചെയ്യണം. പോകണമെന്ന് ആഗ്രഹം ഉണ്ടായ 1.5 ലക്ഷം രൂപ ഞാൻ ഷിപ്പ് കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ട് ബുക്ക് ചെയ്യണം. കാരണം ഇതും 1 വർഷം മുമ്പെങ്കിലും ബുക്ക് ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്യണത് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെയാണ്. 4 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സീസൺ, പിന്നെ കപ്പൽ പോകത്തില്ല, ഐസായി പോകുമല്ലോ. വേനൽക്കാലത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ, അവിടുത്തെ വേനൽക്കാലം. ബുക്ക് ചെയ്യണം 1.5 വർഷം. ഓക്കെ. അപ്പം ഞാൻ ഇത് ബുക്ക് അന്ന് ചെയ്ത് 2022 ബുക്ക് ചെയ്ത് കണ്ണും പൂട്ടി. ആ സമയത്ത് എനിക്ക് ഫുൾ എമൗണ്ട് പോലും ഇല്ല. ഒരു കോൺഫിഡൻസ് ആണ് കിട്ടും എന്നൊക്കെയുള്ളൊരു സംഭവം. എന്നിട്ട് ഞാൻ 2023 ഞാൻ ആദ്യം ട്രിപ്പ് ബുക്ക് ചെയ്യണം. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ചു. ഞാനിത് ആദ്യമായിട്ട് പറയുന്നത്, ഏകം പറഞ്ഞിട്ടില്ല. ഞാൻ ഷിപ്പ് ബുക്ക് ചെയ്തു. അതിന് ഈ ട്രിപ്പിന് മുമ്പ് ഒരു 3 മാസം മുമ്പ് ഫുൾ പേയ്മെൻറ്റും കൊടുക്കണം. 10 അല്ല, ടോട്ടൽ ആ ഷിപ്പിന് $7,500. അതായത് ഇന്ത്യൻ മണി ഏതാണ്ട് 6 ലക്ഷം രൂപ 6 ലക്ഷം രൂപയുടെ അടുത്ത് വരും. ഈ പേയ്മെൻറ്റ് മൊത്തം നമ്മൾ പേ ചെയ്തു. പേ ചെയ്യാണ്ട് അവർ ടിക്കറ്റ് അയച്ചു തരത്തില്ല. ടിക്കറ്റ് അയച്ചു തന്നാലേ ഫ്ലൈറ്റ് ടിക്കറ്റും ഡീറ്റെയിൽസ് വെച്ച് വേണം വിസ കൊടുക്കാൻ. അന്റാർട്ടിക്ക പോകാൻ വിസ വേണ്ട, പക്ഷേ ഏതെങ്കിലും രാജ്യം വഴിയേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അർജൻറ്റീന വഴിയാണ് കപ്പൽ പോകുന്നതുകൊണ്ട് അർജൻറ്റീനയുടെ വിസ എടുക്കണം. അർജൻറ്റീനയുടെ വിസയൊക്കെ ഫ്രീ ആണ്, പക്ഷേ ഇതിന് ചിലവ് കൂടുതലാണ്. മീൻസ് നമ്മളുടെ ഡോക്യുമെൻ്റൊക്കെ സ്പാനിഷിലോട്ട് മാറ്റണം. അത് അവർ പറയുന്ന ഇംഗ്ലീഷല്ല, സ്പാനിഷിൽ കൊടുക്കണം. അപ്പോൾ അത് കൺവേർഷൻ ചെയ്യണതിന് ചാർജ് ഉണ്ട്. അത് അവർ അംഗീകരിച്ച ആളെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം. അങ്ങനെ കുറേ ചടങ്ങൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അത് ഇതൊക്കെ ആയിട്ട് കുറേ ഡോക്യുമെൻറ്റാണ്. ഒരു 8 ഡോക്യുമെൻ്റായിട്ട് ഡൽഹിയിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവരൊരു ഡേറ്റ് തരും ഇൻ്റർവ്യൂവിനുള്ളത്. സബ്മിറ്റ് ചെയ്യാനുള്ളൊരു ഡേറ്റ് ആദ്യം തരും. അത് നമ്മൾ ഓൺലൈനിൽ എടുക്കും. ഞാനിതൊരു ഏജൻസിനെ ഏൽപ്പിച്ച്, നമ്മുടെ ബെന്നീസ് റോയൽ ടൂർസ് ഉണ്ടായിരുന്നു, അവരാണ് എനിക്കത് ചെയ്തു തന്നത്. അത് രണ്ടാമത് ചെയ്തത്. ആദ്യം നമ്മളൊരു അറിയുന്ന ഒരാൾക്ക് കൊടുത്തു. എന്ന് വെച്ചാൽ നമ്മൾ ഡൽഹിയിൽ പോയി ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ചിലവ് കൂടുതലാണ്. നമ്മൾ ഫ്ലൈറ്റൊക്കെ പിടിച്ച് ഡൽഹിയിൽ പോയി വലിയ തലവേദന. അപ്പം ഞാൻ ഒരാളെ ഏൽപ്പിച്ച് അവർ ഡീൽ ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം അവർക്ക് ഈ പറയുന്ന ഡോക്യുമെൻ്റൊക്കെ കൊടുത്ത് ഇൻ്റർവ്യൂവിന് പോയി. ഡൽഹി ചെന്ന് എംബസി പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഒരു ലേഡി ആയിരുന്നു. അവർ അത് ചോദിച്ച് ഇത് ചോദിച്ച് കുറേയൊക്കെ ഉത്തരം പറഞ്ഞ്. പക്ഷെ അവരുടെ ഫേസ് കണ്ടിട്ടാണ് ഒരു കൺവിൻസ്ഡ് അല്ലാത്ത പോലെ എനിക്ക് അന്ന് തോന്നിയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചത് കിട്ടും. വേറെ എന്താണ് ചോദിച്ചത് എന്ന് വെച്ചാൽ ബേസിക് എന്തിനു പോകുന്നു, എവിടെ പോകുന്നു, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് ചോദിക്കണം. പിന്നെ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ അവർ 2 തവണയൊക്കെ ഹോട്ടൽ ബുക്കിംഗ് പെയ്ഡ് തന്നെ കൊടുക്കണം. കൺഫേംഡ് പെയ്ഡ് സാധനം കൊടുക്കണം. ഫ്ലൈറ്റ് ടിക്കറ്റും കൺഫേംഡ് കൊടുക്കണം. അങ്ങനെ കുറേ ഭയങ്കര തലവേദനയായിരുന്നു. US എടുക്കാൻ ഇത്ര പാടില്ലായിരുന്നു. അത്രയും പാടായിരുന്നു. ഭയങ്കര തലവേദന. അത് മെയിനായിട്ട് ഇമിഗ്രൻസ് ഇങ്ങനെ ഇല്ലീഗലായിട്ട് അമേരിക്കയിലോട്ട് പോകണോണ്ടാണ് ഇവിടെ ഇത്ര സ്ട്രിക്റ്റ് ആക്കി വെച്ചാണ് ഇന്ത്യൻസിന്. എന്നിട്ട് നമുക്ക് ഇതുവരെ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് പോയി. എന്നിട്ട് നമുക്കപ്പോൾ ഒരു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ സ്പോൺസർഷിപ്പ് വേണ്ടി ട്രൈ ചെയ്തായിരുന്നു. കുറേ പേര് പോയി കണ്ട്. കാരണം ഇത്രയും എക്സ്പെൻസ് വരുന്ന സാധനമാണ്. അപ്പോൾ എൻ്റെ വലിയ അന്ന് ഫണ്ട് ടൈറ്റായിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ്. ഇത്രയും എക്സ്പെൻസിന് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ മുടക്കി പോകുന്നത്. ഇത്രയും ഫണ്ടൊന്നും നമ്മുടെ കയ്യിലില്ല. കുറേ പേരെ പോയി കണ്ടിട്ട് ഒന്നും ശരിയായില്ല. കാരണം ഇത്രയും എമൗണ്ടൊക്കെ ഉണ്ടല്ലോ. പിന്നെ കണ്ണും പൂട്ടി നമ്മളെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് അങ്ങ്
അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് ഈ വിസക്ക് കൊടുത്ത് കാര്യങ്ങളായപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. എല്ലാം ചെയ്തു വെച്ചേക്കാണ്. നമ്മൾ യാത്ര പുറപ്പെടുന്നതിൻ്റെ ഒരു 3 ദിവസമോ 2 ദിവസം മുമ്പ് ഡൽഹിയിലുള്ള ആൾ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ വിസ റിജക്ഷൻ. അപ്പോൾ ഞാൻ എൻ്റെ കിളിയൊക്കെ പോയവ എന്നാലോചിച്ച് നോക്കി. ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, 6.5 ലക്ഷം രൂപ ഷിപ്പ്, അത് റീഫണ്ട് ഇല്ല, റീഫണ്ട് കിട്ടത്തില്ല. റീഫണ്ട് കിട്ടണമെങ്കിൽ 3 മാസം മുമ്പെങ്കിലും പറയണം. ഇത് യാത്ര പുറപ്പെടുന്ന 2 ദിവസം മുമ്പാണ് വിസ റിജക്റ്റ് ആണത്. ഞാൻ അനുഭവിച്ച ടെൻഷൻ തറ നിസ്സാരമല്ല. കാരണം ഇത്രയും എമൗണ്ടൊക്കെ കയ്യെന്ന് പറഞ്ഞാൽ വേറെ കാര്യമില്ലേ. അന്ന് ഭയങ്കര സീനായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനൂപ് എന്ന് പറഞ്ഞിട്ട്, പുള്ളിയാണ് എനിക്ക് ഏറ്റവും അന്ന് ഹെൽപ്പ് ചെയ്തത് കുറേ മെയിലൊക്കെ അയക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആദ്യം എയർലൈനാണ് ഫസ്റ്റ്. കാരണം 2 ലക്ഷം രൂപയാണ് എയർലൈനിൽ മുടക്കിയേക്കണം അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ ആഭ്യന്തര സർവീസ് കൊടുത്തിട്ടുണ്ട്, ഡൊമസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ ഓൺലൈനിൽ ചെയ്തു, കുറച്ച് പൈസ തിരിച്ചു കിട്ടി. ഈ 2 ലക്ഷം എത്യോപ്യൻ എയർലൈൻസിൻ്റെ ഞാൻ ബുക്ക് ചെയ്ത് പൈസ റീഫണ്ട് കിട്ടുന്നില്ല, എന്തോ ഇഷ്യൂ ഒക്കെ വന്നു. എന്നിട്ട് കുറേ ഇവർക്ക് ഇന്ത്യയിൽ ഓഫീസും ഇല്ല. ഇന്ത്യയിൽ പക്ഷേ ഏതോ ആരും ഉണ്ടെന്ന് തോന്നുന്നു, ജസ്റ്റ് ഓഫീസല്ല, ഒരാളെന്തോ മാനേജ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങേർക്ക് കുറേ മെയിലും വാട്സാപ്പ് അതൊക്കെ അയച്ച്, എന്നിട്ട് എത്യോപ്യൻ എയർലൈൻസിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ കോൾ ചെയ്തിട്ട് 8,000 രൂപ പിടിച്ചിട്ടാണ് ഭാഗ്യത്തിന് ആ റീഫണ്ട് കിട്ടി. ഇനി ഷിപ്പ് എന്ത് ചെയ്യും? ഷിപ്പ് 6.5 ലക്ഷം രൂപ മുടക്കി വെച്ചേക്കാണ്. ഷിപ്പിനായിട്ട് ഞാൻ ഇതുപോലെ കുറേ, എനിക്ക് ആ അനൂപ് എന്ന് പറഞ്ഞ ഫ്രണ്ട് മെയിൽ അയച്ചിട്ട് എനിക്ക് പുള്ളി മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് തരും, ഞാനത് അയക്കും. കാരണം ഇംഗ്ലീഷിലുള്ള കടികെട്ട് വേർഡ്സൊക്കെ വെച്ച് നല്ല കുറച്ച് ഒഫീഷ്യലായിട്ട് അയക്കണമല്ലോ. അപ്പം അങ്ങനെ കുറേ അയച്ച് വിസ റിജക്ഷനായി എന്ത് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. റീഫണ്ട് കിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു റീഷെഡ്യൂൾ ചെയ്ത് തരുമെന്ന് വെച്ച്. അപ്പോൾ അവർ കുറച്ചും കൂടി കൺവിൻസ്ഡ് ആവുമല്ലോ. അല്ല, പൈസ ഇടാന്ന് പറഞ്ഞാൽ പലരും ചിലപ്പോൾ മൈൻഡ് ചെയ്യണമെന്നില്ല. റീഷെഡ്യൂൾ ചെയ്ത് തരുമെന്ന് വെച്ച്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവർ ഓക്കെ നെക്സ്റ്റ് ഇയറിലോട്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് 2024 ജനുവരിലോട്ട് അവർ മാറ്റി തന്നു, റീഷെഡ്യൂൾ ചെയ്ത് തന്നു. പക്ഷെ അവർ പറഞ്ഞ് മാറുന്നതിന് $2,000 എക്സ്ട്രാ വരും. പിന്നെ അടുത്ത വർഷത്തെ ചാർജ് കൂടുതലാണ്, അതിന് വേറെ 2,000, $4,000 എക്സ്ട്രാ. $4,000 പറഞ്ഞാൽ 5 ലക്ഷം രൂപയെ. അവർ നേരെ ഡബിള് പൈസ. ഞാൻ പറയാം എന്തെങ്കിലും ആവട്ടെ, മാറി കിട്ടിയല്ല. അങ്ങനെ ആ ഒരു പ്രശ്നം വലിയ, എന്നാലും എനിക്ക് 1 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. ക്യാൻസലേഷനും പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ ഡൽഹിയിലോട്ട് ഫ്ലൈറ്റ് പിടിച്ച് പോകണതിൻ്റെ സംഭവം. അങ്ങനെ ആ കുറച്ച് പൈസ പോയി. എന്തായാലും ഇതൊക്കെ ഒന്ന് സോൾവ് ആയി. അങ്ങനെ പിന്നെ പിറ്റേ വർഷമാണ് ഞാൻ കുറച്ചും കൂടി രാജ്യങ്ങളൊക്കെ പോയി. ഓസ്ട്രേലിയ പോയി, ന്യൂസിലാൻഡ് വിസ കിട്ടാൻ ഇതിലും സുഖമായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ കുറച്ചധികം രാജ്യങ്ങളൊക്കെ പോയിട്ട് പിറ്റേ വർഷമായപ്പോൾ ഞാൻ ഇതുപോലെ ഈ അറ്റപ്പറ്റ നേരത്ത് നമ്മളന്ന് കൊടുത്തതിൻ്റെയും പ്രശ്നമുണ്ട്. കാരണം ഇത് 30 വർക്കിംഗ് ഡേയ്സാണ് ഇവർ ടൈം പറയണം അർജൻറ്റീന വിസ കിട്ടാനെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നേരത്തെ കൊടുത്തിട്ട് ഇതുപോലെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. നമ്മൾ വീണ്ടും ചെന്നു. ഞാനത് ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ തവണ റിജക്റ്റ് ആയിട്ടുണ്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അപ്പോൾ ഈ തവണ ഒരു കിടിലൻ ആളായിരുന്നു അവിടെ ഇരുന്നേച്ചാൽ ഇൻ്റർവ്യൂവിന്. നല്ലൊരു മനുഷ്യൻ. പുള്ളിക്ക് ഇത് എന്താണെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി, നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. അപ്പം ഞാൻ ഇത്തവണ കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിട്ട് തന്നെ അവരോട് പറഞ്ഞു. പിന്നെ അക്കൗണ്ടിൽ നല്ല ഫണ്ട് കാണിച്ച്, അതായത് 10 ലക്ഷം രൂപ എക്സ്പെൻസ് ഈ ട്രിപ്പിനുണ്ട്, അതേ എമൗണ്ട് തന്നെ അക്കൗണ്ടിൽ കാണിച്ചു ഞാൻ. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്ന് കാണിക്കണ്ടേ. അപ്പോൾ അങ്ങനെ പുള്ളി കുറേ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ റിജക്റ്റ് ആയത്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, നിങ്ങളാ റിജക്റ്റ് ആക്കിയത്, ഞാൻ ജെനുവിനായിട്ട് ടിക്കറ്റ് എടുത്ത് പോകാൻ നിൽക്കണം. അതേ ട്രിപ്പിന് തന്നെയാണ് ഞാൻ വീണ്ടും ബുക്ക് ചെയ്തേക്കണം. എനിക്ക് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് മെയിലൊക്കെ അയച്ച് റീഷെഡ്യൂൾ ചെയ്ത് തന്നതാണ്. പിന്നെ അങ്ങനെ പല നമ്മുടെ യൂട്യൂബ് ഞാൻ ഡീറ്റെയിൽസ് മൊത്തം കൊടുത്തിട്ടുണ്ടായി. ഇപ്പോൾ ഓൺലൈൻ ചെക്ക് ചെയ്യാൻ, ഞാൻ യൂട്യൂബറാണ്, ഞാൻ ഇതിനു വേണ്ടി യാത്രയാണ്, ഇതൊരു എൻ്റെ ഡ്രീമാണ്. ഞാൻ പിന്നെ ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ ഇല്ലീഗലായിട്ട് പോകാൻ വന്നതല്ല, ഞാൻ ഈ ട്രിപ്പിന് വേണ്ടി മാത്രം വരുന്നതാണ്, ഞാൻ ജെന്യുവനാണ് എന്ന് പറഞ്ഞ് ഞാൻ ഓപ്പണായിട്ട് അവരോട് പറഞ്ഞു. അപ്പോൾ സാറൊന്ന് നെറ്റിൽ കയറിയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പറഞ്ഞിട്ട് രാവിലെ ആയിരുന്നു ഇൻ്റർവ്യൂ. പുള്ളി പറഞ്ഞേ നിങ്ങളുടെ ഫ്ലൈറ്റ് എപ്പോഴാണ്? ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി എടുത്തേക്കണം, നിങ്ങൾ പോയിട്ട് ഉച്ചയ്ക്ക് ഒന്നും കൂടി വരാൻ പറഞ്ഞു. എന്നെ 2 തവണ ഇൻ്റർവ്യൂ ചെയ്തു. ഞാനാണ്ട് പോയി ഭക്ഷണം കഴിച്ചിട്ട് ഒരു 3 മണിയായപ്പോൾ വന്നു. അപ്പോൾ ഞാൻ ഗേറ്റിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങേര് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് നടന്നു വരുന്നു. അർജന്റീനക്കാരനാട്ടോ ഇൻ്റർവ്യൂ ആണ് ആള്. അർജന്റീനക്കാരനാണ് അർജന്റീനക്കാരൻ ഇൻ്റർവ്യൂ ആണ്, അവിടെ എംബസിലല്ലേ. പുള്ളി ഇങ്ങനെ നടന്നു വന്നപ്പോൾ എന്നെ കണ്ട് കൂടെ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് വീണ്ടും കൊണ്ടകത്തിയിട്ട് പിന്നെയും കുറേ. അപ്പോൾ ഒരു ഇന്ത്യക്കാരനെ പിടിച്ച്, അവിടെ എംബസിയിലുള്ളൊരു ഇന്ത്യക്കാരനെ എൻ്റെ കൂടെ പിടിച്ചിരുത്തി
എന്നിട്ട് പുള്ളിയും കുറേ ചോദ്യം ചോദിച്ച് പിന്നെ പുള്ളി ക്രോസ് ചെക്ക് ചെയ്യണതാണ് എങ്ങനെയാണ് എന്താണ് പരിപാടി, നിങ്ങൾക്ക് ആശ എവിടെ നിന്ന് കിട്ടുന്നു ഈ ട്രിപ്പിന്. ഞാൻ പറയാം എനിക്ക് യൂട്യൂബ് വരുമാനമുണ്ട്, നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി ഇവിടെ കാണാമല്ലോ. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ശരി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പോയി. അങ്ങനെ ഞാൻ പിന്നെ ആ സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തില്ല, ഒന്നുമില്ല, എനിക്ക് പോകാനേ പ്ലാനില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കിട്ടിയാൽ നോക്കാം, കാരണം ഇനിയൊരു 5 ലക്ഷം രൂപ മുടക്കാന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല. ഇത്ര ഒന്നാമത് ഇത്രയും മുടക്കി. അപ്പോഴേക്കും എൻ്റെ മൈൻഡൊക്കെ പോയി, ഇനിയിപ്പോൾ കിട്ടണമെങ്കിൽ കിട്ടിയാൽ കൂട്ടി ഇല്ലെങ്കിൽ ചട്ടി, ആ ഒരു മൈൻഡിലേക്കാണ്. കാരണം ഇത് വിസ ഉണ്ടെങ്കിലേ ഇനി അടുത്ത ഫ്ലൈറ്റ് എടുക്കുന്നുള്ളൂ എന്നുള്ള ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഡിസംബർ പകുതിയായപ്പോഴാണ് ഞാൻ മെസ്സേജ് അയക്കണം. ഇമെയിൽ അയച്ച്, ഇതിന് അപ്ഡേറ്റ് ഒന്നുമില്ല ഇവർ. അപ്പോൾ ഞാൻ ഇമെയിൽ അയച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ട്, ഇന്ന് വൈകിട്ട് വന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴും അറിയത്തില്ല എന്താണ് സംഭവിക്കണമെന്ന്. അപ്പോൾ അവിടെ ഏജൻറ്റ് ചെന്ന് എടുത്തു, ഒരു ഫോട്ടോ അങ്ങ് അടിച്ചിട്ടുണ്ട് വിസ. അങ്ങനെയാണ് ഈ വിസ അടിച്ച് ഇത്രയും തലവേദന പിടിച്ച് ആണ് നമ്മൾ ആ ട്രിപ്പ് പോയത്. ഞാൻ പോയപ്പോ ഇത്ര വർഷമില്ലായിരുന്നു. അത്രയും ടെൻഷൻ അടിച്ച ട്രിപ്പായിരുന്നു ശരിക്കും അന്റാർട്ടിക്ക. ഞാൻ പിന്നെ ഇതാകെ ആദ്യമായിട്ടാണ് പറയുന്നത്, എങ്ങും പറഞ്ഞിട്ടൊന്നുമില്ല ഇത്. പക്ഷെ അന്ന് ഞാൻ ഇങ്ങനെ ഇതുപോലെ ഈ ട്രിപ്പിന് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ അലഞ്ഞ സമയത്ത് നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് നമ്മുടെ കോട്ടയത്ത് നമ്മുടെ മാംഗോ മെഡസില്ലേ, അതിനകത്ത് കുര്യൻ സാറുണ്ട്, അതിൻ്റെ ഓണർ. അദ്ദേഹമാണ് എനിക്ക് കുറച്ച് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളൊരു എമൗണ്ടും കുറച്ച് എമൗണ്ട് എനിക്ക് തന്ന് ഹെൽപ്പ് ചെയ്ത്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഫണ്ട് കിട്ടിയത് കൊണ്ട് തന്നെ കുറച്ച് കോൺഫിഡൻസ് വന്നു. അങ്ങനെ അത് തന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തൊരു അന്ന് ആ സമയം ആ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളാണ് കുര്യൻ സാർ. അപ്പോൾ അതെന്തായാലും ഹെൽപ്പായി. പിന്നെ രണ്ടും കൽപ്പിച്ചാണ് എല്ലാം പോയത്. ബാക്കി നമ്മുടെ കയ്യിൽ ഇങ്ങനെയാണ് ആ ട്രിപ്പിൻ്റെ സംഭവിച്ചത്. പക്ഷേ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രിപ്പ് പോയി വന്ന് നല്ല ടൈം നോക്കിയിട്ട് എനിക്ക് ആ ട്രിപ്പിൻ്റെ കോസ്റ്റ് മൊത്തം കവർ ചെയ്ത് അറൗണ്ട് നല്ലൊരു എമൗണ്ട് തന്നെ എനിക്ക് തിരിച്ച് റിട്ടേൺ കിട്ടി, പ്രോഫിറ്റും കിട്ടി. അപ്പം എനിക്ക് അന്ന് തൊട്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാനിത് ചോദിച്ച ഒരുത്തൻ്റെ പുറകെ നടക്കണ്ട, ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എടുക്കാന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ് നമ്മളെ പഠിപ്പിക്കണം. അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്ന് അതുകൊണ്ട് തന്നെ ഇപ്പം നോ പറയാൻ പഠിച്ചു ഞാൻ കുറേ പാഠങ്ങളാണ്. കുറേ ഇപ്പം ആരെങ്കിലും വന്ന വേണമെങ്കിൽ ചെയ്തുള്ളൊരു അങ്ങനെയല്ല, നമ്മൾ റെസ്പെക്ട് കൊടുക്കും. പക്ഷെ ആ റെസ്പെക്ട് നമുക്ക് ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ നമ്മൾ സ്പോൺസേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരാറുണ്ട് വരാറുണ്ട്. നമ്മൾ നോക്കിയേ ചെയ്യത്തുള്ളൂ. നമ്മളെപ്പോഴും എല്ലാ അഡ്വർടൈസ്മെൻറ്റും ഒരാൾക്ക് ഉപദ്രവമെന്നൊരു കേസ് നമ്മൾ ചെയ്യത്തില്ല. നല്ല ടീമാണെങ്കിൽ മാത്രമേ നമ്മൾ സെലക്റ്റീവായിട്ട് ചെയ്യണുള്ളൂ. കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യുന്ന പരിപാടി നമ്മൾ പണ്ടേ ഇല്ല. ഇപ്പോൾ പല ചീട്ടുകളി അങ്ങനെ കുറേ സംഭവമൊക്കെ ഇല്ലേ, എത്ര ലക്ഷം, ഞാനിപ്പോൾ അത് ചെയ്തിട്ട് എനിക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടിയാനെ. നമ്മളതൊക്കെ ഇങ്ങനത്തെ ഒരു വലിയ എമൗണ്ട് ഓഫറൊക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ വലിയ എമൗണ്ട് ലക്ഷക്കണക്കിന് രൂപ കിട്ടും. പക്ഷെ ഇതൊക്കെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ല, നല്ലൊരു ടീമല്ല എന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് ചെയ്യൂല. ഇപ്പോൾ ഏതെങ്കിലും ട്രാവൽ ഏജൻസിക്കാരാണ്, അവർ നെഗറ്റീവ് റിവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് പ്രൊമോട്ട് ചെയ്യില്ല. നല്ല ആൾക്കാരെ മാത്രമേ നമ്മൾ സെലക്റ്റീവായിട്ട് നോക്കിയേ ചെയ്യത്തുള്ളൂ. കാരണം വീഡിയോ കണ്ടിട്ട് പോകുന്നത് എൻ്റെ പ്രേക്ഷകർ തന്നെയാണ്. ഇപ്പം എനിക്കറിയാലോ, ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പൈസ മുടക്കണതിൻ്റെ വിഷമം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി മാത്രമേ ചെയ്യത്തുള്ളൂ, ഏത് പരസ്യമാണെങ്കിലും. ഇപ്പം ഞാൻ അങ്ങനെ നോക്കണേ ഇല്ല. കിട്ടണത് നമ്മൾ നല്ല ടീമാണെങ്കിൽ ടൈപ്പ് ചെയ്ത് പോകും, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഇത് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ വരുന്ന ആഡ് നമുക്ക് ഒരുപാട് ഹെൽപ്പാണ്. കാരണം ഇത്ര എക്സ്പെൻസ് കവർ ചെയ്ത് കിട്ടുന്നതെന്നുള്ളത് നമ്മുടെ ഹെൽപ്പാണ്, നമ്മുടെ ഒരു വരുമാനമുള്ളൂ. അതുകൊണ്ട് നോക്കി എടുക്കാറുണ്ട് ചിലതൊക്കെ. പക്ഷെ ചെയ്യുന്നത് താരതമ്യേന കുറവാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് കേൾക്കുമല്ലോ, അമിതാഭ് ബച്ചനോ അല്ലെങ്കിൽ മറ്റേ ചില സിനിമാടന്മാർ മമ്മൂട്ടിയൊക്കെ പെപ്സിയുടെ പരസ്യം വന്നു കഴിഞ്ഞാൽ 2 കോടിയുടെ ഒക്കെ വേണ്ടെന്ന് വെച്ചു. അവരൊക്കെ ചെയ്താ നമ്മൾ ചെയ്ത ആ ഒരു സംഭവം ഉണ്ട്. നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് ഉപദ്രവം വരുന്ന ഒരു സാധനം നമ്മൾ പ്രൊമോട്ട് ചെയ്യത്തില്ല. ഞാനെടുത്ത ഡിസിഷനാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഗാംബ്ലിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ് വരത്തില്ല. ഇല്ല, എൻ്റെ യൂട്യൂബിൽ വരില്ല. ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കത്. ആണല്ലേ? ഗാംബ്ലിംഗ് റിലേറ്റഡ് ആഡൊന്നും വരത്തില്ല. അങ്ങനത്തെ ആഡ് വന്നാൽ കുറച്ച് റവന്യൂ ചിലപ്പോൾ കൂടുതൽ റവന്യൂ കാശ് കിട്ടും. എനിക്ക് റവന്യൂ ഇപ്പോൾ കിട്ടുന്നതിന് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. കാരണം അവർ നല്ല കാശ് മുടക്കി പരസ്യം ചെയ്യുന്നുണ്ട്.
ഈ പരസ്യത്തിന്റെ ഷെയർ ആണല്ലോ നമുക്ക് കിട്ടണം. അതെ. നമ്മളത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഞാനത് അങ്ങനത്തെ റവന്യൂ എടുക്കത്തില്ല. Wow. അങ്ങനെ കുറെ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ആർക്കും ആൾക്കാർക്ക് അറിയില്ല. പിന്നെ അതൊന്നും ആരും പറയാറൊന്നുമില്ല നമ്മുടെ പേഴ്സണലി. അതുപോലെ തന്നെ എല്ലാ മാസവും നമ്മൾ ഒരു എമൗണ്ട് ചില പൈസ കൊടുക്കുന്നുണ്ട് ചില ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെ കേസിന്. അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ നമ്മൾ ഇതൊന്നും നന്മവരം കളിച്ച് വീഡിയോ ചെയ്യാറില്ലെന്നുള്ളു. അത് അങ്ങനെ ആൾക്കാരെ, അത് ആവശ്യമുള്ള ആൾക്കാരെ കണ്ടെത്തുന്ന അത് നമുക്ക് ചില എൻക്വയറി വരുന്നുണ്ട് ജെന്യുവിൻ കേസിന് മാത്രം. പിന്നെ അല്ലാണ്ട് നമുക്ക് ചില അറിയുന്ന കേസുകൾ ഒക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര വലിയ എമൗണ്ട് അല്ല, ചെറിയൊരു എമൗണ്ട് ഒരു മാസം നമുക്ക് റവന്യൂ എത്ര ഉണ്ടോ അതിനനുസരിച്ചാണ് ഞാൻ കൊടുക്കാറുണ്ട്. നല്ല എല്ലാ മാസവും ഉണ്ട്. എല്ലാ മാസവും ഞാൻ അത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. ഞാൻ അത് പണ്ടും ചെയ്യുമായിരുന്നു. യൂട്യൂബുള്ള ഇല്ലാത്ത കാലത്തും അത് പരിപാടിയുണ്ട്. പണ്ട് പല സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പല ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പോയിരുന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഇടയ്ക്കൊരു യൂട്യൂബർ പറഞ്ഞാണ് പുള്ളി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടന്റ് ആക്കി എടുക്കും. അത് പിന്നത്തെ മെയിൻ കണ്ടന്റ് ആക്കി എടുക്കുക. അപ്പൊ അത് കണ്ടിട്ട് പുള്ളിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ആൾക്കാർ അന്വേഷിച്ച് വരുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഐ മീൻ വീട്ടിലോട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ വന്ന് കൊടുക്കാൻ എൻ്റെ പൈസ അത്രയൊന്നും ഇല്ല. നമുക്കറിയുന്നവര് ചില എന്ന് വെച്ചാൽ നമുക്ക് സിറ്റുവേഷൻ നോക്കിയേ ഒരു മാസം ചിലപ്പോൾ ഓരോ 2 പേർക്ക് പറ്റുള്ളൂ. അത്രയും വലിയ വരുമാനം നമുക്കില്ല. അതുപോലെ ലോകത്തെല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്ക് പറ്റില്ല. ശരിയാണ് തീർച്ചയായും. നമുക്കൊരു സിറ്റുവേഷൻ, ഒരാളുടെ സീരിയസ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. മനസ്സിലായി. ഇപ്പൊ കുറെ പേരുണ്ട് ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് പേര് കമന്റ് ചെയ്യായിരിക്കും. അതെ, ചെയ്യട്ടെ. അങ്ങനെ ആൾക്കാർ അറിയട്ടെ, ഇനി ഒരുപാട് പേർക്ക് പ്രചോദനമാവട്ടെ അങ്ങനത്തെ കാര്യങ്ങൾ. അധികം പേര് അറിയാണ്ടിരിക്കുകയാണ് നല്ലത്. ഇത് കൂടുതൽ തലവേദനയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഉടായ്പെടുക്കണ മേഖല അത്. ശരി. അതിന്റെ ഒരു ജെനുവിനിറ്റിയും കൂടെ ചെക്ക് ചെയ്യണല്ലോ. ഏറ്റവും കൂടുതൽ ഉടായ്പും ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മാർഗമാണിത്. ഇത്ര പേര് കാശ് ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്കൊരു ഇപ്പം വിത്ത് ഫാമിലിയാണ് പോകുന്നത്. അത് കുറച്ച് മാത്രം. അതിന് താഴെ വന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ക്യാമറമാൻ എവിടെ കാണിക്കുക. അതെന്താന്ന് വെച്ചാലേ നമ്മളിത് വ്യത്യസ്ത രീതിയിൽ ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ക്യാമറമാനായിട്ട് കൊണ്ടുപോയി. അപ്പം നമുക്ക് കുറച്ചു നേരം നിന്ന് നമ്മൾ രണ്ടുപേരും ഫ്രെയിമിൽ കിട്ടും. മറ്റേത് ഞാനിങ്ങനെ പിടിച്ചല്ല ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയി വീഡിയോ എടുക്കുക. അങ്ങനെ ഒരു രീതി. ഈ ഒരു സൈഡ് ടെൻഷൻ വേണ്ട, അത് ക്യാമറമാൻ നോക്കിക്കോളും. ക്യാമറമാൻ നോക്കിക്കോളും എന്നുള്ളൊരു. നമുക്കപ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെയൊക്കെ വിചാരിച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. കുഴപ്പമില്ല. ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനി അങ്ങോട്ടുള്ള യാത്രകൾ ഇങ്ങനെ ആയിരിക്കും? അങ്ങനെയല്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ചില സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ കപ്പിളായിട്ട് പോകുമ്പോൾ കുറച്ചും കൂടി നല്ലത് ഇങ്ങനെയാണെന്ന് തോന്നി എനിക്ക്. അപ്പോൾ രണ്ടുപേർക്കും കൂടി സംസാരിക്കാനൊരു ഇത് കിട്ടും. ശരിയാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നുള്ളു, വേറെ ഒന്നുമില്ല. എനിക്കൊരു വൈഫ് ഭയങ്കര പാവം, സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. ഈ വൈഫ് ആദ്യമായിട്ട് വീഡിയോയിൽ വരുന്ന ഹണിമൂൺ അതിനായിരുന്നു അല്ലേ? കല്യാണ വീഡിയോയിലും ഉണ്ടായിരുന്നു. അല്ല, അതല്ല യാത്ര വീഡിയോയിലായിരിക്കും തന്നെ. ഇപ്പം മടി ഉണ്ടായിരുന്നോ ഇങ്ങനെ ഇത് വീഡിയോയിൽ വന്ന്? മടിയൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരത്തേക്ക് അറിയത്തില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറയും എന്നൊക്കെ ഉള്ളൊരു ഫസ്റ്റ് വീഡിയോയിലൊക്കെ കണ്ടാൽ അറിയാം, ഒരു സൈലന്റ് ആണ്, എന്താ പറയേണ്ടത് അറിയാം. പക്ഷെ സെക്കൻഡ് വീഡിയോയിലൊക്കെ മാറി. ലേറ്റസ്റ്റ് ഇട്ടതിൽ പുള്ളിക്കാരിയാണ് അത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നിന്നിട്ട് യാതൊന്നും പറയണ്ടേ. മാറ്റമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എനിക്ക് തോന്നുന്നു ഇപ്പം ഫാമിലി ആയിട്ട് പോകുന്ന വീഡിയോ കാണാനാണോ ആൾക്കാർക്ക് താല്പര്യം, അതോ ഷെയറിന് ഒറ്റയ്ക്ക് പോകുന്ന വീഡിയോ കാണാൻ? വ്യൂസ് നോക്കുമ്പോൾ ഏതായിരിക്കും, അല്ലെങ്കിൽ കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ എങ്ങനെ? 2 ടൈപ്പും ഉണ്ട്. പക്ഷെ എനിക്കെപ്പോഴും അത് പോസിബിൾ അല്ല കപ്പിളായിട്ട് പോകാന്നുള്ളത്. കാരണം പുള്ളിക്കാരി ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. പക്ഷെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കപ്പിളായിട്ട് പോകുന്ന വീഡിയോ ആണ്. അങ്ങനെ ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ. എല്ലാ വീഡിയോസും നമ്മൾ ഷൂട്ട് ചെയ്യുമോ നോർമലി ഷെറിൻ ട്രാവൽ ചെയ്യുന്നത്? ഇപ്പം ഫാമിലി ആയിട്ട് പോകുന്ന, ഇപ്പം പേരൻസ് ഒക്കെ ആയിട്ട് പോകുന്ന, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് പോകുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്യാതെ പോകുന്ന വീഡിയോസ് ഇല്ലേ? ഉണ്ട്, എത്രണ്ണോ, കുറേ വീഡിയോ. ഞങ്ങൾ വേളാങ്കണ്ണി പോയതും. ഇതിപ്പോ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈ പോകും, അത് ഷൂട്ട് ചെയ്തേക്കാം. പരിപാടിയാണല്ലോ. എനിക്ക് കൈ തരിക്കും ഈ ചില വീഡിയോ കാണും, ഇതങ്ങ് എടുക്കണമല്ല തീർച്ചയായിട്ടും ഞാൻ വീഡിയോ എടുക്കും. മറ്റേ റീല് പോലെ എന്തെങ്കിലും ഷോർട്ട് എടുത്ത് വെക്കുക, എങ്ങും പബ്ലിഷ് ചെയ്യത്തില്ല. പക്ഷെ വീഡിയോ എടുത്ത് വെക്കുക, എടുത്ത് വെക്കും. എനിക്ക് കൈ തരിക്കും, ഇത് എടുക്കണമല്ലോ. ഞാൻ അപ്പം റെക്കോർഡ് ചെയ്യും അതൊക്കെ. പക്ഷെ അത് ഒരു എപ്പിസോഡാക്കി ഇടാനുള്ളതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കും.
ഓക്കെ. പാകിസ്ഥാനിൽ പോയ യാത്ര ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് വലിയ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഒരു വീഡിയോ പ്ലാൻ ചെയ്യുമ്പം അതിനൊരു പർട്ടിക്കുലർ ഇൻ്റർവെൽ വേണം, അല്ലെങ്കിൽ ഒരു ഹുക്ക് പോയിന്റ് വേണം. അതിൻ്റെ എൻഡിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനൊരു ഹുക്ക് പോയിന്റ് നിർത്തണം, അല്ലെങ്കിൽ അടുത്തേക്ക് ഇങ്ങനെ പോകാൻ ക്യൂരിയോസിറ്റി വരണം. അങ്ങനെയൊക്കെ കൃത്യമായിട്ടൊരു സ്ക്രിപ്റ്റ് മനസ്സിൽ പ്ലാൻ ചെയ്യുമോ, അതെയോ കാണുന്ന ഫുൾ എടുത്തിട്ട് പിന്നീട് എഡിറ്റിലാണോ അത്? ഈ ഓർഡർ തന്നെ ആയിരിക്കും വീഡിയോ വരുന്നത്, അതെയോ നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മളിപ്പോൾ ഈ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ കുറച്ച് നല്ല പോർഷൻസ് അവസാനത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ അതെടുത്ത് ഇങ്ങോട്ട് മാറ്റിയിടും, അങ്ങനെ നമുക്ക് എഡിറ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമല്ലോ, അതുപോലത്തെ അറേഞ്ച്മെന്റ്സ് ആണ്? ഇല്ല, നമ്മളതൊരു ഓർഡർ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, ആ ഒരു ഓർഡർ കാണുന്നവർക്ക് അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊരു ഓർഡറിൽ തന്നെ പോണേ. അപ്പോൾ എപ്പിസോഡ് ഒരെണ്ണം ആക്കാനുള്ള നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഇത്ര മിനിറ്റിലോട്ടുള്ള വീഡിയോ ആയി എന്ന് പറയാൻ നമ്മൾ വീഡിയോ എടുത്ത് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പക്ഷേ ഞാൻ കണ്ടിന്യൂ ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ അവിടെ വെച്ച് നിർത്തും, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകും. എന്നിട്ട് പിന്നെ എഡിറ്റിലാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇങ്ങനെ വീഡിയോ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും 25-35 ഇടയ്ക്കാണ് ലെങ്ത് വരുന്നത്. ആ ലെങ്തും കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ചില കേസിൽ എന്ന് വെച്ചാൽ ഇതുപോലെ 1 മണിക്കൂറിൻ്റെ എപ്പിസോഡൊക്കെ ഉണ്ടാവും. പിന്നെ 2 പീസാക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ കണ്ടന്റ് അത്ര സുഖമില്ലാത്തൊരു ഇത് ഫീൽ ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചത് ഒന്നിച്ചങ്ങ് ഇടാന്ന് വെച്ചിട്ട് 1 മണിക്കൂറിൻ്റെ എപ്പിസോഡൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ചില അന്റാർട്ടിക്കലുണ്ട് ഒരു എപ്പിസോഡ് 1 മണിക്കൂർ. പിന്നെ ചില വീഡിയോയിൽ 50 മിനിറ്റിൻ്റെ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കിടക്കും. എന്ന് വെച്ചാൽ അത് സെപ്പറേറ്റ് ആക്കിയാൽ ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് അതിനകത്ത് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ മറ്റേ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒപ്പം അങ്ങ് ഇടും. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 എപ്പിസോഡാക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം എഡിറ്റിംഗ് വരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. മൊബൈലിൽ തന്നെ ഇൻഷോട്ടാണ് യൂസ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാൻ? ഇല്ല, ഞാൻ പ്രീമിയർ പ്രോ ലാപ്പിൽ എഡിറ്റ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. പണ്ടോട്ടേ ലാപ്പിൽ തന്നെ. അപ്പം അത്രയും ടൈമും എൻ്റെ അത് ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് എഡിറ്റ് എല്ലാം നോക്കാറുള്ളത്. എനിക്ക് അതാണ് കുറച്ചും കൂടി നല്ല. അത് പ്രധാന റീസൺ എക്സ്പെൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരു രാജ്യത്ത് ചെന്ന് അതിൻ്റെ ഒപ്പം എഡിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഇതിൻ്റെ പ്രോസസ്സ് ആൾക്കാർക്ക് അറിയില്ലല്ലോ, എല്ലാവരും വീഡിയോ മാത്രമല്ലാണുള്ളൂ. രാവിലെ തൊട്ട് വൈകിട്ട് രാത്രി വരെ ഷൂട്ട്, അതും കഴിഞ്ഞ് എഡിറ്റ് ചെയ്തിരുന്നുള്ള അവസ്ഥ ആലോചിച്ചേക്ക്. നമ്മൾ ഇത്രയും നടന്ന ക്ഷീണമുണ്ടാവും. പിന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നടത്തിയാലും ഉറക്കം പോകും. അപ്പോൾ പിറ്റേ ദിവസം ചിലപ്പോൾ കിളി പോയിരിക്കും, നമ്മുടെ ആ ട്രിപ്പിനെ ബാധിക്കും. അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ ഇരുന്ന് എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചാലും റൂമിൻ്റെ റെൻറ്റ്, നമ്മൾ പുറത്തല്ലേ, പിന്നെ ഫുഡിൻ്റെ എക്സ്പെൻസ് കൂടും. നമ്പർ ഓഫ് ഡേയ്സ് കൂടുന്തോറും എക്സ്പെൻസ് കൂടും. അപ്പം ഞാൻ ചെയ്യുന്ന ഏറ്റവും പരിപാടി മൊത്തം അങ്ങ് കവർ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫോക്കസ് അത് മാത്രം ചെയ്താൽ മതി. അടുത്ത ദിവസം എന്ത് ചെയ്യണം, എന്ത് ഷൂട്ട് ചെയ്യണം, എന്ത് ഡയലോഗ് പറയണം, അപ്പോൾ കറക്റ്റ് ഫോക്കസ് കിട്ടും നമുക്ക്. കറക്റ്റ് കാര്യങ്ങൾ മൊത്തം കറക്റ്റ് ഡേയ്സിൽ തീർത്ത് വന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് നമുക്കിത് എഡിറ്റ് ചെയ്ത് എടുക്കാം. ഞാനതുകൊണ്ടാണ് ലൈവ് ചെയ്യാണ്ട് ഇങ്ങനെ പോയി വന്നിട്ട് ചെയ്യണതിൻ്റെ റീസൺ അതാണ്. ഓക്കെ. ഇപ്പോൾ ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യുമ്പോൾ മെയിനായിട്ടും ബാഗിൽ കരുതുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? എത്ര പവർ ബാങ്ക് ഉണ്ടാവും? ഒറ്റ പവർ ബാങ്ക്. അത് നേരത്തേക്ക് ഒരു 10,000 mAh ഒരു കുഞ്ഞ് പവർ ബാങ്കാണ് കൊണ്ടു നടക്കണം. ഇപ്പം ഞാൻ 20,000 ആക്കി. അതിൻ്റെ ഇത്രേ ഉള്ളൂ, ചെറിയൊരു പവർ ബാങ്ക്. പിന്നെ ട്രൈപോഡ്, മെയിൻ മൊബൈലും ഉണ്ടാവും, പിന്നെ ആക്ഷൻ ക്യാമറ ഉണ്ടാവും, പിന്നെ ഒരു കുപ്പി വെള്ളം കാണും കുഞ്ഞ്, വേറെ ഒന്നുമില്ല. പിന്നെ പേഴ്സ്, അത്ര ഉണ്ടാവുള്ളൂ. ബേസിക് സാധനം അത്രേ ഉള്ളൂ പുറത്തിറങ്ങി നടക്കുമ്പോൾ. പിന്നെ ട്രിപ്പ് പോകുമ്പോൾ പിന്നെ നോർമൽ എല്ലാവരും കൊണ്ടുപോകണ ഡ്രസ്സ് മാക്സിമം കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്നാണ്. മാക്സിമം ലഗേജ് കുറച്ചേ കൊണ്ടുപോകണം. വെയിറ്റ് ഇല്ലാത്ത ഡ്രസ്സ് എപ്പോഴും ചൂസ് ചെയ്യും. ഡെക്കാത്തലോൺ ടൈപ്പ് സാധനങ്ങൾ, ചെറിയ ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല, ചുരുട്ടി കൂട്ടി വെക്കാം, അങ്ങനത്തെ ഡ്രസ്സ് ഞാൻ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ചെന്നിട്ട് നമുക്ക് താമസിച്ച് എന്താണ് നമുക്ക് ഭയങ്കര ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ സ്റ്റേ ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട്. അല്ല, അതിവിടെ ലോക്കൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്, പിന്നെ ട്രിപ്പിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും ഈ ഹോസ്റ്റൽസ് ആണ് സോളോ ആയിട്ട് പോകുമ്പോൾ എടുക്കുന്നത്. ഹോസ്റ്റൽസ് എന്നാണ് പറയുന്നത്. അതായത് ട്രാവൽ ഹോസ്റ്റൽ എന്ന് പറയും. ഹോസ്റ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഹോസ്റ്റലാന്ന് വിചാരിക്കും, ഡോർമെട്രി, ഇവിടുത്തെ ജോലിക്കാർ കിടക്കുന്ന അങ്ങനെ ആ സംഭവം അല്ല. അത് ട്രാവലേഴ്സ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ വേറെ ഡിഫറെൻറ്റ് സംഭവമാണ്. എന്നുവെച്ചാൽ എല്ലാ ഫെസിലിറ്റിയും കാണും, നല്ല വൃത്തി കാണും. എന്നാൽ കോസ്റ്റ് ചിലപ്പോൾ 500-700 രൂപ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു റൂമിൽ തന്നെ ചിലപ്പോൾ 4 പേര്, 6 പേര്, 8 പേര്, 10 പേര് അങ്ങനെയൊക്കെ മിക്സ്ഡ് ഉണ്ടാവും. പക്ഷെ നല്ല വൃത്തിയും, ഏതാണ്ട് നമ്മൾ ഹോട്ടലിൽ എങ്ങനെയാണ് എടുക്കണേ അതേ സംഭവം തന്നെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുമോ? ഓൺലൈൻ ബുക്ക് ചെയ്യും. ട്രാവലേഴ്സ് ഹോസ്റ്റൽ എന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ പലരും നടത്തുന്നുണ്ടാവും. ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാൽ ട്രാവലേഴ്സ് ഹോസ്റ്റൽ എന്നാണ് പൊതുവെ പറയുന്നത്. അത് പല കമ്പനികളുണ്ട്.
ഇപ്പോൾ ഇവിടെ തന്നെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡാണ്. പിന്നെ എന്താണ് ബ്ലാക്ക് പാൻറ് ഇങ്ങനെ കുറേ സംഭവമുണ്ട്. ഹോസ്റ്റൽ വേൾഡ് അങ്ങനെ പല പല അതൊക്കെ ഓരോ ബ്രാൻഡുകളാണ്. അതല്ലാണ്ട് ഓരോ ആളുകൾ നടത്തുന്നുണ്ട്. അത് ഓരോ രാജ്യത്ത് വ്യത്യസ്ത സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഹോസ്റ്റൽ വേൾഡ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ജസ്റ്റ് അത് യൂസ് ചെയ്താൽ മതി. അതിനകത്ത് ഏത് രാജ്യത്താണോ ഹോസ്റ്റല് ബുക്ക് എല്ലാ രാജ്യത്തും എല്ലാ രാജ്യത്തും ഹോസ്റ്റലുണ്ട്. പിന്നെ ഓരോ രാജ്യത്തെ എക്സ്പെൻസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ ഇസ്രായേലിൽ പോയപ്പോൾ 2500 രൂപയാണ് ഒരു ദിവസത്തെ ഹോസ്റ്റലിൻ്റെ ചാർജ് തന്നെ. അത് ആ രാജ്യത്തെ എക്സ്പെൻസ് അങ്ങനെ ആ രീതിയിലായതുകൊണ്ടാണ്. എന്നാൽ ബോർഡർ ക്രോസ് ചെയ്ത് ഈജിപ്തിൽ പോയപ്പോൾ 700 രൂപ ഉള്ളൂ. അതാണ് വ്യത്യാസം. ഇസ്രായേലിൽ നിന്ന് പറഞ്ഞാൽ ഈ സൈബർ അറ്റാക്കിനെയൊക്കെ ശരിക്കും ഇപ്പോൾ ഭയമുണ്ടോ? അതൊന്നുമില്ല, ഇന്നില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവർക്ക് എന്തോ വലിയ സംഭവമായിട്ട് തോന്നും. അല്ല, വീഡിയോ നിർത്തി വെക്കേണ്ടി വന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മളത് ഇട്ടുകൊണ്ടിരുന്ന വെച്ചത് റിലീജിയസ് വീഡിയോസ് ആയിരുന്നു. ക്രിസ്ത്യൻ അവരുടെ തീർത്ഥാടന കേന്ദ്രമാണല്ലോ ഇസ്രായേൽ ഫുള്ള്. അപ്പോൾ നമ്മളത് മാത്രമേ പോയുള്ളൂ, വേറെ ഒന്നും അതിനകത്തില്ല. അപ്പം അത് റിലേറ്റഡ് വീഡിയോൻ്റെ ഇടയിൽ പക്ഷെ മോശം കമൻറ്റ് വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഇഷ്യൂലോട്ട് വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോ റിലീജിയസ് വീഡിയോ ആണ്. അപ്പം അതിൻ്റെ ഇടയിൽ പക്ഷെ മോശം കമൻറ്റ് വരുന്നു, ഇസ്രായേലിൽ പോയി എന്നതിൻ്റെ പേരിൽ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 2 വിഭാഗം ആൾക്കാർ തമ്മിൽ ഉള്ളൊരു ഇഷ്യൂസിലേക്ക് വരും. അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. പിന്നീട് അത് ഇട്ടോ? പിന്നെ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടിട്ട് കുഴപ്പമില്ല. അങ്ങനെ കുറേ ചില വീഡിയോസ് ഇങ്ങനെ സിറ്റുവേഷൻ നോക്കി ഇടണം, അല്ലാണ്ടൊന്നും വലിയ പാടാ. ചിലവരുടെ ചിന്താഗതി എന്താണോ അതുപോലെ നമ്മളും ജീവിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. ഞങ്ങളൊക്കെ എങ്ങനെയാണ് വിചാരിക്കണം അതൊന്നും അങ്ങനെ നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കും. അങ്ങനത്തെ ഒരു അത് കൂടുതലും സോഷ്യൽ മീഡിയയിലാണ്, നേരിട്ടൊന്നും പറയുന്നില്ല. സോഷ്യൽ മീഡിയയിലാണ് ഈ പ്രശ്നം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ഓട്ടോമാറ്റിക്കലി ആൾക്കാരുടെ മനസ്സിലോട്ടുണ്ട്, മനസ്സിലും വരുന്നുണ്ട്, ഭയങ്കര സ്വാധീനം ചെലുത്തുന്നുണ്ട്. മെജോറിറ്റി ഒരു മാസ് ഓഡിയൻസ് പറയുമ്പോൾ ഇതായിരിക്കും ശരി, ഈ ഒരു സാധനം പലരിലേക്കും കയറുന്നുണ്ട്. അതെ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ചിന്താഗതിയൊക്കെ നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കും. എന്നിട്ട് നീയും ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയും ചെയ്യും. അതാണ് അവർ പറയുന്നത് ചെറിയ ചുരുക്കം. അല്ലാതെ വ്യത്യസ്തമായിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. വ്യത്യസ്തമായിട്ട് ചിന്തിച്ചാൽ നമ്മൾ ശത്രുക്കളാവും. മറ്റേ നമ്മൾ വലിയ പ്രശ്നക്കാരനാണ്, രാജ്യദ്രോഹി, അങ്ങനെ പല കേസുകൾ വരും. എല്ലായിടത്തും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫേക്ക് ഐഡികളുള്ളത് രാഷ്ട്രീയ പാർട്ടികളാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കൺട്രോൾ ചെയ്യാത്തതെന്ന് തോന്നുന്നു. ഈ നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട്, നമുക്ക് ഏറെക്കുറെ അവസാനിപ്പിക്കേണ്ട സമയമായി. ഈ തേരാപ്പാര ചെയ്യുന്ന സമയത്തും ഇതൊക്കെ തന്നെയായിരുന്നു എയിം? എന്ന് വെച്ചാൽ തേരാപ്പാര അപ്രതീക്ഷിതമായിട്ട് വന്ന ആ കൊറോണ സമയത്ത് വന്നൊരു സംഭവമാണ്. യാത്രകൾ നമ്മൾ യൂട്യൂബിന് മുമ്പും പോകുന്നുണ്ട്. ഇപ്പം 2019 ഞാൻ നോർത്ത് ഈസ്റ്റൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് അന്ന് 20 വയസ്സുള്ളൂ. ആ സമയത്ത് അന്ന് യൂട്യൂബൊന്നും ഇല്ല. യൂട്യൂബ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആരും ഇതുപോലെ പോപ്പുലർ സംഭവമൊന്നുമല്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പിന്നെ ഇതിനകത്തേക്ക് വന്നതാണ്. നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തല്ലേ, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന പോലെ. അതുപോലെ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയതാണ്. പിന്നെയാണ് അതൊരു പ്രൊഫഷൻ എന്ന രീതിയിലോട്ടൊക്കെ പയ്യെ ഓട്ടോമാറ്റിക് വന്നതാണ്. എൻ്റെയൊക്കെ യൂട്യൂബ് മോണിറ്റൈസേഷൻ 2017 അല്ല 2014 ഒക്കെ അതാണ്. അതിപ്പോൾ 4000 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ ഇതിൽ 4000 വാച്ച് ടൈമോ 4000 വാച്ചിങ് അവേഴ്സും ഒക്കെ വന്നിട്ട് ആ റൂളൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ മോണിറ്റൈസ്ഡാ. അന്ന് പണ്ട് എനിക്ക് തോന്നുന്നു 10000 വ്യൂ മതിയായിരുന്നു ടോട്ടല്. 10000 വ്യൂ ഉണ്ടെങ്കിൽ മോണിറ്റൈസ്ഡ് ആവും. ആദ്യം കിട്ടിയ റവന്യൂ എത്രയായിരുന്നു? 6000 രൂപ. ആദ്യത്തെ മാസം കിട്ടിയതോ? ഇല്ല, അത് വർഷങ്ങൾക്ക് ശേഷം ഒരു മാസം $100 ആയാലും മിനിമം കിട്ടുള്ളൂ. അപ്പം അന്നത്തെ റേറ്റിൽ 6000 രൂപ, ഇന്നിപ്പോൾ 8000 9000 ആയിരുന്നു. അന്നത്തെ റേറ്റിൽ $100 കിട്ടി. അത് എത്രാണ്ട് വർഷം കഴിഞ്ഞിട്ടാണ്, കുറേ നാൾക്ക് ശേഷം ഒരു മാസം കിട്ടിയതാണ്. 6000 കിട്ടി. 6000 വെച്ച് എന്ത് ചെയ്തു? ഒന്നും ചെയ്യാനില്ല. നമ്മള് അന്ന് 6000 എന്ന് പറഞ്ഞാൽ അത് ഇതൊരു ജീവിത മാർഗമാകും, ഇതൊരു പ്രൊഫഷൻ ആകും, അങ്ങനെ ഇതൊക്കെ അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നീടാണ് ചിന്തിക്കണം. കാരണം യൂട്യൂബ് ഇത്രയും വളരും, അങ്ങനെ അത്രയും ഒരു തോട്ട് പ്രോസസ് ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടാവുമോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനിങ്ങനെ നമ്മൾ പല വർക്കിനും ജോലിക്കൊക്കെ ഇങ്ങനെ പോയിരുന്നു. ഞാൻ എല്ലാ പണിക്കും പോയിട്ടുണ്ട്.
പ്ലംബിങ്ങിനും വെൽഡിങ്ങിന് പിന്നൊക്കെ പണ്ടൊക്കെ കാറ്ററിംഗ് ജോലി ഒക്കെ പോയിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഞാനൊരു ഓഫീസിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒപ്പം ഈ യൂട്യൂബും ചെയ്തുകൊണ്ടിരുന്നത് എന്നുവെച്ചാൽ അവധി ഞായറാഴ്ച ദിവസങ്ങളിൽ ഓരോ ട്രിപ്പ് പോവും, എന്നിട്ട് അതിൻ്റെ വീഡിയോ ഇടും. അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെയാണ് എനിക്ക് ഇത്ര ഈ എമൗണ്ട് വന്നത്. അതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 4 വർഷത്തോളം എനിക്ക് റവന്യൂ ഇല്ലായിരുന്നു. 4 വർഷം നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2020 തൊട്ടാണ് എനിക്ക് റവന്യൂ, ആ തേരാപ്പാര തൊട്ടാണ് എനിക്ക് റവന്യൂ വന്നത്, ഒരു നല്ല റവന്യൂ എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ റവന്യൂ വന്നപ്പോൾ എന്താ വെച്ചാൽ അത് വെച്ചിട്ട് പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഓരോ ട്രിപ്പുകൾ. പക്ഷെ കിട്ടുന്ന പൈസ മൊത്തം ഞാൻ എടുക്കില്ല. അതായത് ഇപ്പോൾ 10,000 രൂപ കിട്ടിയാൽ അതിനകത്ത് 5,000 രൂപയ്ക്ക് ട്രിപ്പ് പോകുള്ളൂ. കാരണം അതിൽ നിന്ന് പിന്നെ റവന്യൂ കിട്ടും. നമ്മൾ അതിൽ നിന്ന് ഒരു 5,000 രൂപ മുടക്കി ട്രിപ്പ് പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉണ്ടാവുമല്ലോ, അത് ചിലപ്പോൾ 10,000 രൂപ വീണ്ടും കിട്ടും. അങ്ങനെ ആ റവന്യൂ കിട്ടുന്നത് അനുസരിച്ചാണ് ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നത്. ബാക്കി സേവിങ്സിലേക്ക് പോകാം. സേവിങ്സിലോട്ട് പോകും. അല്ലെങ്കിൽ മൊത്തം നഷ്ടം വരുമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഇങ്ങനെ കണ്ടിന്യൂസ് യാത്ര ചെയ്യുന്നത്. ഓക്കെ, നല്ല പ്ലാനിങ്, നല്ല പ്രിപ്പറേഷൻ ഒക്കെ ഫുള്ള് പ്ലാൻഡ് ആയിരിക്കും. ഫിനാൻഷ്യലി മൊത്തം പ്ലാൻ ചെയ്തിട്ട് പരിപാടി എടുക്കും. അപ്പൊ എന്ത് പഠിച്ചേ? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കില്ല, BCom ആണ് പോയത്. പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല. ഫോട്ടോഗ്രാഫിയും വീഡിയോ എഡിറ്റിങ് അങ്ങനത്തെ കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി പഠിച്ചത് ഞാൻ മറ്റേ CDT-ലായിരുന്നു, തിരുവനന്തപുരത്ത് ഗവൺമെൻറ്റിൻ്റെ. അവിടെ പഠിച്ചു. പിന്നെ അങ്ങനെയൊക്കെ പോയി ഇങ്ങനെ വന്നു. പിന്നെ ഞാൻ 19 വയസ്സ് തൊട്ട് ഞാൻ ജോലിക്ക് കയറിയായിരുന്നു. പിന്നെ അങ്ങ് പഠിത്തം മുന്നോട്ട് പോയില്ല. അല്ലല്ല, 19 വയസ്സ് തൊട്ടാണ് ഞാൻ ഒരു ഓഫീസിൽ. അതിന് മുമ്പ് ഈ പറഞ്ഞ നല്ല വെൽഡിങ് പണിയും പ്ലംബിങ് അങ്ങനെ കുറേ വർക്കുകൾ, കുറേ നാൾ ഫോട്ടോഗ്രാഫറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് പോയിരുന്നു. അതെനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ പോകണമെന്ന്. അങ്ങനെ കുറേ ആൾ പോയി. അങ്ങനെ പിന്നെ ചെറുപ്പത്തിലൊക്കെ മറ്റേ 15 വയസ്സിലൊക്കെ ഞാൻ മറ്റേ കാറ്ററിംഗ് പണിക്ക് പോയിരുന്നു. അവധി ദിവസങ്ങൾ മൊത്തം കാറ്ററിങ്. ഈ TDA ഹോളൊക്കെ നമ്മുടെ സ്ഥിരം ഏരിയ ആയിരുന്നു. TDA ഹാളിൽ എറണാകുളത്ത് സ്ഥിരം കാറ്ററിങ്ങിന് നമ്മളുണ്ടായിരുന്നു. അന്ന് എത്രയായിരുന്നു? 80 രൂപ. ആ കാലഘട്ടത്തിൽ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം 80 രൂപ. നമ്മൾ കുറച്ച് ദൂരമൊക്കെ ഉണ്ടെങ്കിൽ 120 രൂപ. അങ്ങനെയായിരുന്നു അന്നത്തെ റേറ്റ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഓഫീസിൽ കയറിയപ്പോൾ ഡെയിലി വേജസ് ആയിരുന്നു. 160 രൂപ ഒക്കെ, ഒരു ദിവസം 160 രൂപയാണ് എൻ്റെ ശമ്പളം. അങ്ങനെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ വലിയ ജേണിയാണ്. സ്റ്റെപ്പ് മുകളിലേക്ക് തന്നെ പോട്ടെ, അങ്ങനെ തന്നെ പോട്ടെ. ഇനി അങ്ങോട്ടുള്ള യാത്രകൾ പറയാൻ പറ്റുന്ന എന്താണ്, ഐ മീൻ അടുത്ത പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അല്ലാതെ റിവീൽ ചെയ്യുമ്പോഴേ നമുക്ക് കുറെ പ്രശ്നം വരുന്നു. കാരണം ഇതിന് മുമ്പ് ഇതുപോലെ ഞാൻ ഓസ്ട്രേലിയ പോകണമെന്ന്, അന്ന് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. ഓസ്ട്രേലിയ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇട്ട്, ഞാൻ വരാൻ പോവാണ്, വിസ കിട്ടി. പക്ഷെ എനിക്ക് ചില സൈഡിൽ നിന്ന്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ നമ്പറിൽ നിന്നൊക്കെ ഒരാൾ വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര ഭീഷണിയായിരുന്നു. നിന്നെ ഇവിടെ കാലം എത്തിക്കത്തില്ല, ഇവിടെ കംപ്ലൈൻറ്റ് ചെയ്യും. എന്തിന്? എനിക്കറിയാൻ പാടില്ല, എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ യാത്ര മുടക്കുന്ന രീതിയിലോട്ട്. എനിക്ക് അന്റാർട്ടിക്കൻ ട്രിപ്പിൽ ഈ അർജൻറ്റീന വിസ മുടക്കിയതിൻ്റെ പുറകിൽ ഇങ്ങനെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ നമുക്ക് യാത്രകൾ കൂടുതൽ ഭാര വരുന്നുണ്ട്. അന്റാർട്ടിക്ക പോവാന്നുള്ളത് നേരത്തെ നമ്മളത് നേരത്തെ അനൗൺസ് ചെയ്യുമായിരുന്നു. നേരത്തെ പണ്ട് നമ്മൾ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യുമായിരുന്നു. ഇപ്പം അനൗൺസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എനിക്ക് ഇനി മുതൽ ഫ്ലൈറ്റ് എത്തി അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ എത്തിയാലും പറയില്ല. നമ്മൾ ഇപ്പം എല്ലാവരും യാത്ര പോയി തിരിച്ച് വീഡിയോ ഇടുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഈ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റ പോസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ത്വരയില്ലേ? ത്വര വരും. ഞാൻ എടുത്തില്ല. കുറേയൊക്കെ നമ്മൾ ഇപ്പോൾ യാത്ര പോയി തിരിച്ച് വന്ന് യൂട്യൂബിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത്. രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഭയങ്കര പാരയൊക്കെ വരുന്നുണ്ട്, വലിയ പാടാ. അതെ, ഇപ്പം അതെല്ലാവർക്കും ഉണ്ട് കേട്ടോ, നമുക്ക് മാത്രമല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു സുജിത് ഭക്തനൊക്കെ ക്യൂബയിൽ പോയ സമയത്ത് ആരൊക്കെ മെയിൽ അയച്ച പ്രശ്നം ഉണ്ടാക്കാനില്ല. അപ്പം അതേപോലെ കുറേ മലയാളികൾ പാര വെക്കുന്നവരുണ്ട്. സ്വാഭാവികം. ബേസിക്കലി കുശുമ്പാടല്ല അവർക്ക് നമുക്ക് പറ്റാത്തത് അവർ ചെയ്യുന്നു എന്നുള്ള ഒരു സാധനം. അത് നമ്മൾ മാത്രമല്ല കേട്ടോ, എല്ലാ മേഖലയിലുള്ളവരും ഫേസ് ചെയ്യുന്നുണ്ട്. എല്ലാ ജോലി മേഖലയിലും ഈ പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ പാര വെക്കൽ കുറച്ച് കൂടുതലാണ്. അത് പേഴ്സണലി ഓരോരുത്തരോട് ചോദിച്ചാൽ അറിയാം. ശരിയാണ്. എല്ലാ ഓഫീസിലും, ഇപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസ് ആയിക്കോട്ടെ, IT മേഖല ആയിക്കോട്ടെ, എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. കൂടെ നിൽക്കണതിനെ പാര വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഈ ലോകം, ഇങ്ങനെയാണ്. അതെ.
പാറകളെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. അത് അതിജീവിക്കലാണ് അത് ശരിക്കും ഒരു എക്സ്പീരിയൻസാണ്. ജീവിതത്തിൽ കിട്ടുന്ന കുറെ പേര് വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പഠിക്കും. അങ്ങനെ കുറെ അങ്ങനെ അറിഞ്ഞ പാറകളെല്ലാം ഉണ്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന? ഉണ്ട്, കുറേയൊക്കെ ഉണ്ട്. പറയാൻ നിന്ന് കുറേ ഉണ്ടെന്ന്. ഇത് ഇങ്ങനെ കുറേ പോകും. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. യാത്രകൾ ഇനിയും മനോഹരമാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.